നിലമ്പൂരിലെ MLA അൻവറിന് ഇപ്പോൾ വലിയ ഓഫറുകളാണ് TMC വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യസഭാ സീറ്റാണ്. അദ്ദേഹം ഇനി ഹിന്ദിയിലേക്ക് മാറുമോ? ഇനി പിണറായി വിമർശിക്കുന്നതെല്ലാം നാം ഹിന്ദിയിൽ കേൾക്കേണ്ടി വരുമോ? ഹിന്ദി മലയാളം തന്നെ കേൾക്കേണ്ടി വരും. പക്ഷേ അൻവറിന്റെ സമയം അൻവറിന്റെ ടാർഗറ്റ് എനിക്ക് തോന്നിയിട്ട് അടുത്ത ഇലക്ഷൻ UDF തോൽപ്പിക്കുക എന്നുള്ളത്. ആ ടാർഗറ്റാണ് അവരുടെ UDF. കാരണം വെച്ചാൽ അൻവർ LDF കൂടെ വന്നാൽ അൻവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഒരു തരത്തിലുള്ള മുസ്ലിം നെഗറ്റീവ് എലിമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വെള്ളക്കടത്തതൊക്കെ. അൻവർ UDF കൂടെ വന്ന ഹിന്ദു വോട്ടുകൾ ചിലപ്പോൾ പ്രശ്നമുണ്ടാവും. രണ്ടാമത്തെ, അൻവറിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്ത് സംഭവിക്കും? മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റാവും. സ്പ്ലിറ്റാകുമ്പോൾ UDF വോട്ടുകളാണ്. കാരണം അൻവർ കൂടുതൽ ഈ മുസ്ലിം ചുവയുള്ള വിഷയങ്ങൾ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകളാണ് കൂടുതലായിട്ട് അൻവറിന് കിട്ടാൻ സാധ്യത. അത് UDF വോട്ടുകളായിരിക്കും കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾറെഡി ദുർബലമായിരിക്കുന്നത് UDF ഉള്ള മുസ്ലിം വോട്ടുകളെ കൂടി ദുർബലമായി കഴിഞ്ഞാൽ അവിടെ LDF സ്വീകരിക്കാൻ പറ്റും. UDF തോന്നും. അപ്പം മുസ്ലിം ലീഗ് എല്ലാം പറയുന്നത് മലപ്പുറം മണ്ഡലത്തിൽ തന്നെ വലിയ തരംഗമായി മാറുമെന്നാണ് പറയുന്നത് അൻവർ വന്നാൽ. അതാണ് പറഞ്ഞത്. എൻ്റെ മുസ്ലിം മലപ്പുറത്ത് ഇപ്പോൾ മലബാർ മേഖലയിൽ ഒരു പ്രശ്നം, എസ്പെഷ്യലി മലപ്പുറത്തുള്ള പ്രശ്നം വെച്ചാൽ ഇവരെ തള്ളുമാല സിനിമ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കൊക്കെ ശേഷം അങ്ങനെ ഒരു ജനറേഷൻ വന്നിട്ടുണ്ട്. അതായത് വസീം, അതിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, പിയാപ്പിള വസീമിനെ പോലെയുള്ള എന്തൊരു പേരുണ്ട്, പിയാപ്പിള മാരനോ എന്തൊരു പേരുണ്ട്, മണവാളം വസീം, അതുപോലെയുള്ള ഒരു പയ്യന്മാരുണ്ട്. അവർക്ക് നമ്മുടെ ഒരു ഹിസ്റ്ററി ഒന്നും അറിയില്ല. അവർ കേട്ട് വളർന്നത് ഞങ്ങളൊക്കെ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടല്ലോ, ലോകത്തെല്ലായിടത്തും മുസ്ലിംസ് പീഡിപ്പിക്കപ്പെടുന്നു. അപ്പം മുസ്ലിംസിൻ്റെ ഒരു വിക്ടിംഹുഡ്, മുസ്ലിംസ് ഒരു ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു ഫാക്ടർ, അത് അവർ അതിൻ്റെ കൃത്യ അർത്ഥം അറിഞ്ഞിട്ടൊന്നല്ല. അപ്പം നമ്മളൊക്കെ പറയുന്നത് അതിൻ്റെ സാമ്പത്തിക ഒരുപാടില്ല ചരിത്രപരമായ കാരണം വെച്ച്, ഇസ്ലാമിസ്റ്റുകൾ പറയുന്നതിന് മതപരമായ കാരണം വെച്ചുകൊണ്ടാണ്. ഇവരതൊന്നും മനസ്സിലാക്കാതെ അവിടുന്ന് പോയി ഞാനും അത് പറയുന്നു അവർ കേട്ടിട്ടുണ്ടാവും, ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ഫ്യൂസ് ചെയ്ത് ഒന്നും മനസ്സിലാകാത്തവർ മുസ്ലിംസിൻ്റെ ശത്രുക്കളാണ് ലോകത്തിൻ്റെ മൊത്തം നമ്മുടെ ശത്രുക്കളാണെന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. അപ്പോൾ അവർ ലീഗ് എന്നുള്ളൊരു പാർട്ടി കോൺഗ്രസിൻ്റെ കൂടെ ഒക്കെ സഖ്യം കൂടി ഹിന്ദുക്കളൊക്കെ ആയിട്ട് നല്ല കമ്പനി അടിച്ച്, മാണിസാദൊക്കെ നല്ല കമ്പനി അടിച്ച് നടക്കുന്നൊരു പാർട്ടിയാണ്. അതായത് എക്സ്ക്ലൂസീവ് മുസ്ലിം പാർട്ടി എന്ന രീതിയിൽ നിൽക്കുമ്പോൾ പോലും അവരുടെ സ്വഭാവം ഇസ്ലാമിന് ഗുണം ചെയ്യുന്നതല്ല എന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കി വെച്ചിട്ട്. പക്ഷേ അത്യത്തിൽ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് അവിടെ വളരെ പിന്നോക്കം മുസ്ലിംസ് ഇത്രമാത്രം വളരെ ഒരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗാണ്. അതൊന്നും ആളുകൾക്ക് അറിയില്ലല്ലോ. മോഡി ഇവിടെ എന്തൊക്കെ വികസനം കൊണ്ടുവന്നാലും 10-20 വർഷം കഴിഞ്ഞ് ജനിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മോഡി എന്ന് വെച്ചാൽ എന്ത്? മോഡി ഉണ്ടാക്കിയ മോളാണെങ്കിൽ അങ്ങനെ. അത് കോൺഗ്രസിന് പറ്റിയ തിരിച്ചടിയാണ്. കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ 2-3 ജനറേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത്, അമേരിക്കയൊക്കെ വെച്ചുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നിലാണ്. അപ്പോൾ അവർക്ക് മോഡി വേണം. അപ്പോൾ മോഡി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഫാസ്റ്റ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അപ്പം വേറെന്തെങ്കിലും രാജ്യത്തെക്കാളും നമ്മൾ പിന്നിലായിരിക്കും. അപ്പോൾ അവർ മോഡി വിമർശനമാണ്. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ അതേപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ലീഗ് ചെയ്തെന്നൊരു ചരിത്രബോധമൊന്നുമില്ല. ഇവർക്ക് വേറൊരു പാർട്ടി വേണം, കൂടുതൽ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ SDPI വന്നു. പക്ഷേ SDPIക്ക് ഒരു ഭീകരവാദ സംഭവമൊക്കെ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കച്ചവടമൊക്കെ ഉള്ളത്, ഭീകരവാദ പ്രതിച്ഛായൊക്കെ ഉള്ളതുകൊണ്ട് അതിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നുള്ളതും കംപ്ലീറ്റ്ലി അതിൽ നേരിട്ട് ചേരാനോ അവർക്കൊരു മടിയുണ്ട് അവർ. അപ്പോൾ മാത്രമല്ല ഈ SDPI പൊതുവെ ഞങ്ങൾ മലബാർ മുസ്ലിംസാണ്, സൗത്തിലുള്ള നേതാക്കന്മാരൊക്കെ വടക്കാണെങ്കിൽ സൗത്തിലുള്ള മുസ്ലിങ്ങളൊരു പാർട്ടി എന്ന രീതിയിലാണ്. സൗത്തിലെ മുസ്ലിംസ് നോർത്തിലെ മുസ്ലിംസ് വലിയ പ്രശ്നമാണ്, ഭയങ്കര ഡിഫറൻസാണ്. അപ്പം അതായത് കൾച്ചറൽ ഡിഫറൻസ്, ആറ്റിറ്റ്യൂഡിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എറണാകുളം വരെ ഏതാണ്ട് വടക്കിലൊരു സ്വാധീനം ഉണ്ട്, തൃശ്ശൂർ അവിടെ നിന്ന് തന്നെ തൃശ്ശൂരെത്തുമ്പോൾ തന്നെ മാറി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ തൃശ്ശൂർ കഴിഞ്ഞ് ആലപ്പുഴയും കഴിഞ്ഞ് ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ കൊല്ലൊക്കെ എത്തുമ്പോൾ വേറൊരു കൾച്ചറൽ പറ്റണം. അത് എല്ലാ സമുദായത്തിലും ഉണ്ടാവും, അത് ഇസ്ലാമിലുണ്ട്. അപ്പം ഈ കുട്ടികൾ നോക്കുമ്പം അൻവർ ബിസിനസ്സുകാരനാണ്, ഇടതുപക്ഷക്കാരനുണ്ടായി കോൺഗ്രസ്സുകാരനാണ്. അൻവർ ഒരു ആൻറ്റി നാഷണൽ അല്ല, ബേസിക്കലി ആൻറ്റി നാഷണൽ അല്ല. അൻവറിന് ആൻറ്റി നാഷണൽ ആവാനും പറ്റില്ല. ഇതിപ്പോൾ അൻവർ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ചില മതപരമായ കളികൾ കളിക്കുന്നതാണ്. അൻവർ നല്ല ദേശീയവാദി മുസ്ലിം കുടുംബത്തിൽ വരുന്ന ആളാണ്. പക്ഷേ ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന് പല നേതാക്കളും പറയുന്നത് അൻവർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്നും അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി SDP-യുടെ എല്ലാം പിന്തുണ നേടിയാണ് അന്ന് ചന്തക്കുന്നിൽ ഒരു വലിയ ജനക്കൂട്ടം. അത് നമ്മളിപ്പം അത് മനസ്സിലാക്കണേ ജിന്നേനെ മനസ്സിലാക്കണം.
ജിന്ന വർഗീയവാദി ഒന്നും ആയിരുന്നില്ല, ജിന്ന ഇസ്ലാമേ ആയിരുന്നില്ല, പേരിൽ മാത്രം ഇസ്ലാമുള്ളൊരു കക്ഷിയാണ് ജിന്ന. ജിന്ന ഭയങ്കര മുസ്ലിം ലീഗിനെ ക്രിട്ടിക്കായിരുന്നു. പക്ഷേ കോൺഗ്രസ് നിന്ന് ഗാന്ധി നേതൃത്വം വന്നതോടുകൂടി ജിന്ന ഔട്ടായിപ്പോയി. പിന്നെ മൂപ്പർക്ക് വേറെ വഴിയില്ല, മൂപ്പർ ഈ ഘടകങ്ങൾ. പക്ഷെ മരിക്കുന്നവരെ ജിന്ന നല്ല മുസ്ലിമേ ആയിരുന്നില്ല. നല്ല മുസ്ലിമായിരുന്ന ജിന്ന പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകില്ലായിരുന്നു, ഉടായ്പായതുകൊണ്ട്. അപ്പം അതേപോലെ അൻപത് ശക്തി പാടുന്ന ആളെ കൂട്ടണ്ടേ, അതിന് അൻപത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അൻപതിന് പേഴ്സണലി ഞാനൊക്കെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ്. മലബാറിലെ ഞങ്ങൾ പണ്ട് ലീഗിനോട് അടിച്ചു നിന്നിട്ടുള്ള കുടുംബങ്ങളാണ്. പാകിസ്ഥാൻ ജിന്നയുടെ ലീഗ് പാകിസ്ഥാൻ അനുകൂലമാണ്. അപ്പോൾ അതിനെതിരെ അടിച്ചു നിന്ന ടീമാണ് നമ്മളെ കുടുംബം. അങ്ങനെ കുടുംബമാണ് അൻവറിൻ്റെ കുടുംബം. അപ്പോൾ നമ്മളെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും നമുക്ക് ആൻറ്റി നാഷണലായി ചിന്തിക്കാനോ ആൻറ്റി നാഷണലായിട്ടുള്ള ആളുകളെ കൂടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവരെ അൻപത് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അവരെ ഉപയോഗിക്കുന്നത് മാത്രം. അൻപറിന് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല. പിന്നെ അൻപറിന് ഇങ്ങനെ അജണ്ട ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ UDF അനുകൂലമായിട്ടുള്ള മുസ്ലിം വോട്ടുകളെ ശിഥിലമാക്കണം, UDF കിട്ടാൻ സാധ്യതയുണ്ട്. അത് അൻവറിലേക്ക് വരുമ്പോൾ തന്നെ UDF ഒലിച്ചു പോയി. അതിപ്പോൾ LDF ഗുണം ചെയ്യുക. അൻവർ അങ്ങനെ അജണ്ടൻ്റെ പുറത്ത് വന്ന ഒരാളാണ്, അല്ല UDF തോൽപ്പിക്കാൻ വന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അൻവർ LDF വരേണ്ട കാരണങ്ങൾ. പിണറായി തേർഡ് ഗവൺമെൻറ് വന്ന അൻവർ മന്ത്രിയാണ്. ഏറ്റവും ശക്തമായിട്ട് അവർക്ക് വേണ്ടി നിന്ന ആളാണ്. LDF വന്ന ആളാണ് അൻവർ. പിണറായി തേർഡ് ഗവൺമെൻറ് വന്നാൽ അബ്ദുൾ റഹ്മാൻ മാറി അൻവർ മന്ത്രിയാവും. അങ്ങനെ സാധ്യതയുള്ള സമയത്ത് അൻവർ എന്തിനാണ് ഈ പറയുന്നതിനെ മാതിരി LDF കലഹിക്കുന്നത്? അതും അൻവർ അതുവരെ പറയാത്ത വിഷയമാണ്. അല്ല, ഇപ്പോൾ ഒരു 2-3 മാസമായി നമ്മൾ കാണുന്നുണ്ടല്ലോ LDF-ആയിട്ടുമായിട്ടുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ. അങ്ങനെയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കണ്ടേ. ഞാനതിൽ കുറ്റം പറയും, അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചതുരംഗക്കളി ചാണക്യനൊക്കെ എടുത്ത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ മാക്കിയവെല്ലിനെയൊക്കെ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്. MLA സ്ഥാനം രാജിവെച്ചാൽ ഇപ്പോൾ LDF UDF സപ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ജയിക്കും. ചിലപ്പോൾ UDF സപ്പോർട്ട് ഇല്ലാതെ അൻപത് ജയിക്കാൻ മതി. അൻപത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻപതിന് കൂടുതൽ ആക്സെപ്റ്റൻസ് ആയി. കൂടുതൽ ആളുകൾ അൻവറിൻ്റെ കൂടെ വരും. CPM അത്ര എളുപ്പം പോവില്ല. അതിനകത്ത് കേഡർ പാർട്ടിയാണ്. BJP കേഡർ പാർട്ടി, കോൺഗ്രസ് കേഡർ പാർട്ടിയല്ല. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ അസംതൃപ്തരായ ഒരുപാട് ആളുകളുണ്ട് ആ പാർട്ടിയിൽ. അപ്പോൾ അവർ അൻവറിൻ്റെ പിന്നാലെ പോയി എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ തട്ടുകേട് പറ്റാൻ UDF വല്ലാത്തൊരു പൊസിഷനിലാണ്. അപ്പോൾ ചില സമയത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയാണ്. എന്ത് ചെയ്താലും അത് ആരെന്തെങ്കിലും ചെയ്താൽ അവരെ ബാധിക്കുക. പലരും ഈ അൻവറിനെ താരതമ്യം ചെയ്യുന്ന PC ജോർജുമായാണ്. കാരണം ഈ മുന്നണി മാറ്റവും വിവാദങ്ങളും എല്ലാം നിറഞ്ഞ് അവസാനം ഒരു പരാജയത്തിലൂടെ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാകുന്ന ഒരവസ്ഥയാണോ? PC ആവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അൻവർ പറഞ്ഞ് PC-നെ പോലെ എന്തും വിളിച്ചു പറയുന്ന ആളൊന്നല്ല. അൻവർ പറയുന്നതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പറ്റും ഈ പറയുന്ന എസ്പെഷ്യലി ഈ ഇതുണ്ടല്ലോ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം അൻവർ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അവിടെയാണ് അൻവറിന് ഒന്ന് പാളിപ്പോകുന്നത്. പക്ഷേ അവിടെ അൻവർ കൂട്ടിപ്പിടിക്കുന്നത് ഈ മാമി തിരോധാനമാണ്. മാമി എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ PC ജോർജ് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അൻവർ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല. അത് ഇവരുടെ രണ്ട് ബേസിക് DNA-യിലുള്ളൊരു വ്യത്യാസമുണ്ട്. അൻവർ ഒരുപാട് സംസാരിക്കില്ല. അൻവറിനെ ഞാൻ കാണുന്നത് നല്ല ആംബിയറുള്ള ഗഡ്സുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അൻവറിനെ ഞാൻ കാണുന്നത്. പക്ഷേ PC ജോർജ് മൂപ്പര് വളരെ ഇമ്പൾസീവാണ്. PC ജോർജ് കുറച്ചും കൂടി ജെന്യുയിനായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം PC ജോർജ് ഇമ്പൾസീവാണ്. ആ സമയത്ത് PC ജോർജ് എന്താണോ അത് മൂപ്പര് കാണിക്കും. അൻവർ കുറച്ചുകൂടി ട്രെയിൻഡ് പൊളിറ്റീഷ്യനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അൻവറിന് ഒരു ഗെയിം കളിക്കുകയാണ് അൻവർ, ബിഗ് ബോസ് പോലെ. ആ ഗെയിമിൽ അൻവർ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. PC ജോർജ് ഒരു ഗെയിമറല്ല, അയാൾ ലൈവായിട്ട് അയാൾ ജീവിതം അതാണ്, അങ്ങനെയാണ്. ഈ അൻവറിലൂടെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് സ്വാധീനം ചെലുത്താൻ കഴിയുമോ? അത് കണ്ടറിയാം. ഇപ്പോൾ അഭിഷേക് ബാനർജി തന്നെയാണ് നേരിട്ടാണ് ഇനി കേരളം നോക്കാൻ പോകുന്നത് ചുമതല. അല്ല, ഒരു കാര്യം വെച്ചാൽ കേരളത്തിൽ ഒരു അതിശക്തമായ ആൻറ്റി CPM ഒരു ലെയർ ഉണ്ട് കേരളത്തിൽ, ഭയങ്കര ശക്തമായ CPM വിരുദ്ധം. അപ്പോൾ CPM-നെ ഇല്ലാതാക്കിയ പാർട്ടിയാണ് തൃണമൂൽ ബംഗാളിൽ. CPM-നെതിരെ അവിടെ ശക്തമായി ഫൈറ്റ് ചെയ്ത് വിജയിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഒരുപക്ഷെ നാളെ അൻവറിനോടുള്ള അഭിപ്രായ വ്യത്യാസം മാറ്റി അൻവർ ജയിക്കുകയാണെങ്കിൽ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ദേശീയ പാർട്ടിയാണല്ലോ ശക്തമായ സ്വാധീനമുള്ളത്. പിന്നെ ഒരു കോൺഗ്രസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ പാർട്ടിക്കുണ്ട്. ശരിക്കും അൻവർ ഇപ്പോൾ ശരിക്കും കോൺഗ്രസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. അതായത് കോൺഗ്രസിൻ്റെ അടുത്ത ഘട്ടം CPM അല്ല, അത് തൃണമൂൽ പോലുള്ള പാർട്ടിയാണ്. മുരളി പണ്ടത് പരീക്ഷിക്കുകയും ചെയ്തതാണ്. മുരളി അന്ന് VS-ഉം CPI-യും കൂടി വലിച്ചതുകൊണ്ടാണ് പിണറായിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ UDF-ന് പ്രധാന ഘടകകക്ഷിയായിട്ട് ഒരുപക്ഷെ രണ്ടാമത്തെ ഘടകകക്ഷിയും ആയിട്ട് തന്നെ
മുരളീധരൻ്റെ പാർട്ടി ഉണ്ടാവേണ്ടതായിരുന്നു. വി എസും ഇയാളും കൂടി നമ്മുടെ വെളിയം ആശാനും കൂടി സമ്മതിച്ചില്ല. അതുകൊണ്ട് പിണറായി അന്ന് നിസ്സഹായന, ഇവരൊക്കെ പവർഫുള്ളായിരുന്നു. ഇന്നാണ് പിണറായി മൈൻഡ് ചെയ്യില്ല, മുമ്പേ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മുമ്പ് ചന്ദ്രശേഖരൻ ഇത് ചെയ്തിട്ടുണ്ട്. ചന്ദ്രശേഖരൻ തൃണമൂലിനെ കൂട്ടുപിടിക്കുകയല്ല, വിവിധ ഓൾ ഇന്ത്യ തലത്തിലുള്ള വിഘടിച്ച് നിൽക്കുന്ന CPM വിരുദ്ധരെ, ഇടതുപക്ഷക്കാരെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ ചന്ദ്രശേഖരൻ ശ്രമിച്ചിരുന്നു. ആ ശ്രമത്തിനിടയിലാണ് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു CPM വിരുദ്ധതയിൽ അധിഷ്ഠിതമായിട്ട് ഇങ്ങനെ ദേശീയമായൊരു നീക്കം നടത്തുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ അൻവർ ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. TP ചന്ദ്രശേഖരൻ ആ കാര്യത്തിൽ സിൻസിയറായിരുന്നു അയാൾ. അൻവറിൻ്റെ ഉദ്ദേശം എന്താണ് ഇപ്പോഴും ഞാനിപ്പോഴും അൻവർ വളരെ സംശയത്തോടു കൂടി കാണുന്ന ആളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.